ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും OMR ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോസ്മിക് ലിനക്സ് 27.5ൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിയറിനെ കുറിച്ച് തന്നെ പറയാം. ഫ്രണ്ടിൽ 3 ഗിയറും റിയറിൽ 7 ഗിയറുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഫസ്റ്റ് ഗിയറിന് മൗണ്ടൻ റൈഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ബാക്കിൽ ഫസ്റ്റും സെക്കൻഡും ഗിയറാണ് ഇടേണ്ടത്. ഇനി ഫ്രണ്ടിൽ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ അത് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ബാക്കിൽ 3rd 4th 5th 6th എന്ന ഗിയറാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഫ്രണ്ടിൽ 3rd ഗിയർ നമ്മൾ റൈസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ബാക്കിൽ 7th ഗിയറുമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഷിമാനോ എന്ന കമ്പനിയുടേതാണ് ഗിയറിംഗ് സിസ്റ്റം. നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അടുത്തതായി നമുക്ക് ടയറിനെ കുറിച്ച് നോക്കാം. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിമ്മ കോസ്മിക് എന്ന് എഴുതിയത് കാണാം. അലോയ് റിമ്മാണ് വരുന്നത്. ഹബ്ബ് സ്റ്റീലുമാണ്. 27.5 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്, ടയറിൻ്റെ സൈസ്. അത് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. 27.5 ലിനക്സ് എന്ന് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഫ്രണ്ടിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഫ്രണ്ട് ടയറിലും ഡിസ്ക് തന്നെയാണ്. 2 ടയറും ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ സൈസും 27.5 തന്നെയാണ്. നമുക്കിവിടെ ഷോക്ക് അബ്സോർബർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കാണാം. ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ അൺലോക്ക് ആവുന്നതാണ് ഈ ഷോക്ക് അബ്സോർബർ. അത് അപ്ലൈ ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് അപ്ലൈ ആണ്. റൈറ്റിലേക്ക് തിരിച്ചാൽ ഇത് ലോക്കാണ്. ഈ ഫ്രണ്ടിലെ 2 ടയറും ട്യൂബിൾ ടയറാണ്, 2 ടയറും ഡിസ്ക്കാണ്. നമുക്ക് ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു മോഡൽ മേക്കിംഗ് തന്നെയാണ് ഹാൻഡിൽ. നല്ല മികച്ചൊരു ബിൽഡിംഗ് ക്വാളിറ്റി തന്നെ ഹാൻഡിലൂടെ കാണാം. നമുക്ക് ഇതാ ഇവിടെ ഒരു ബെല്ലുണ്ട്. പിന്നെ ഷിമാനോ നമുക്ക് ബ്രേക്ക് വീണ്ടും അവിടെ കാണാം, ബ്രേക്കിൻ്റെ അവിടെ. ഇനി നമുക്ക് ബ്രേക്കിനെ കുറിച്ച് നോക്കാം. ബ്രേക്കിൻ്റെ പെഡൽ സ്റ്റീലാണ് വരുന്നത്. തൊട്ടടുത്ത് തന്നെ ഗിയറിൻ്റെ ലിവറും കാണാം. ഒട്ടും ബോറല്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡായ രീതിയിൽ തന്നെ നമുക്കിതൊക്കെ സെറ്റ് ചെയ്തത് കാണാം. ഇത് 2 സൈഡിലും ലിവറും പെഡലും ബ്രേക്കിൻ്റെയും എല്ലാം നല്ലൊരു ബോറല്ല. ലിവർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു മൊബൈൽ ഹോൾഡർ അവിടെ കാണാൻ കഴിയും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിഫ്ലക്ടറും മൊബൈൽ ഹോൾഡറും തന്നെയുണ്ട്. ഒരു ലൈറ്റ് വെക്കേണ്ട സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ. ഇനി നമുക്ക് സീറ്റിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു സ്ക്രൂലെസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സീറ്റിനുള്ളത്. നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് ഏത് പൊസിഷനിലും വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിളായ പൊസിഷനിൽ നമുക്ക് വെക്കാം. കുഷ്യനൊന്നുമല്ല, സീറ്റ് എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. നമുക്ക് മാറ്റേണ്ടി വരും. സീറ്റ് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ കേസിന്മേൽ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കി കണ്ടുപിടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, മൊബൈലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഒരു വീഴ്ച സംഭവിച്ചതാണ്. മൊബൈലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ നമുക്കുള്ള പരിക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സൈക്കിളിനും ചെറിയ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സൈക്കിളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് സൈക്കിളിന് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഒന്ന് സൂക്ഷിക്കണം എന്നുണ്ട്, ഓടിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. പിന്നെ പറയാൻ പറഞ്ഞതാണ് ഈ ഹബ്ബ് സ്റ്റീലിൻ്റെ ഹബ്ബാണ് വരുന്നത്. അടുത്ത നമുക്ക് സ്റ്റാൻഡിനെ കുറിച്ച് നോക്കാം. നല്ല സ്റ്റാൻഡേർഡ് ആയ ഒരു സ്റ്റാൻഡ് തന്നെയാണ്. തൊട്ടടുത്ത് പെഡലും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. ഈ കാണുന്ന പോലെ തന്നെയാണ് സംഭവം. ഓടിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയി ഇത് പൊക്കാൻ കഴിയുന്നതാണ്. ആർക്ക് വേണമെങ്കിലും, ഏത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇതെടുത്ത് പൊക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ലോങ് റൈഡ് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. ഹിമാലയ, മണാലി എന്നൊക്കെ പറഞ്ഞിട്ട്
സൈക്കിളുമ്പോൾ തന്നെ. അപ്പോൾ പരമാവധി എല്ലാവരും വല്ല ക്ലബിൻ്റെ ഒരുപാട് ക്ലബ്ബുകളുണ്ട് ഇപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകണമല്ലൊക്കെ. അപ്പോൾ പരമാവധി എല്ലാവരും ക്ലബിൻ്റെ കീഴിലൊക്കെ പോകാൻ നോക്കുക. ഒറ്റക്കൊന്നും ആരും അങ്ങനെ റിസ്ക് എടുത്ത് പോവണ്ട, അത്ര സേഫ്റ്റി അല്ല. പിന്നെ ഞാനും പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ ഞാനും ഇപ്പോൾ അടുത്തായിട്ട് പോകും. ഒരു 3 മാസമായി ഇപ്പോൾ ഈ സൈക്കിൾ വാങ്ങിയിട്ട്. ഞാൻ എന്തായാലും പോകണമെന്ന് കരുതിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം പെട്രോളൊന്നും അടിക്കണ്ടല്ലോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു കമ്പനിക്കാരൻ്റെ ഒരു ചങ്ക് ബടിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഓനെ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇത് എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണ്, ഓടിക്കാൻ വളരെ ഫണ്ണാണ്. അതുപോലെ തന്നെ അതിൻ്റെ റിയറിൽ ഏകദേശം 7 സ്പീഡാണ്. അത്